ഗോൾഡൻ സ്കോക്ക് സാക്ഷാൽ ടോം ക്രൂസിൻ്റെ MI സീരീസിലെ അവസാന ചിത്രം എന്ന് പറയപ്പെടുന്ന ദ ഫൈനൽ റെക്കണിംഗ്. ഇതിൻ്റെ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ഈ ഫ്രാഞ്ചൈസിൽ തൊട്ട് മുൻപ് ഇറങ്ങിയിട്ടുള്ള ദ ഡെഡ് റെക്കണിംഗ് പാർട്ട് 1ൻ്റെ സീക്വലാണ്. അതിൻ്റെ കണ്ടിന്യൂഷനാണ്. സെയിം ഡയറക്ടറാണ് ക്രിസ്റ്റഫർ മെഗ്വേ. അദ്ദേഹം തന്നെയാണ് എഴുതിയിട്ടുള്ളത്, പ്രൊഡ്യൂസറാണ്. പിന്നെ ടോം ക്രൂസും പ്രൊഡ്യൂസറാണ്. MI സീരീസിനെ കുറിച്ച് ഈ ഒരു ഫ്രാഞ്ചൈസിയെ കുറിച്ച് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട യാതൊരു ആവശ്യമില്ല. ലോകത്തുള്ള എല്ലാ സിനിമാ പ്രേമികളും കണ്ടിട്ടുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ്. ടോം ക്രൂസ് എന്ന് പറയുന്ന ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആക്ഷൻ ഹീറോ, അദ്ദേഹത്തെ ഒരു ഗ്ലോബൽ സൂപ്പർ സ്റ്റാർ ആക്കിയതിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു സീരീസ് കൂടിയാണ്. ഇതിൽ ഈ ഫൈനൽ റെക്കണിങ്ങിലേക്ക് വരുന്ന സമയത്ത് ഇത് കുറച്ചുകൂടെ ഒരു ഇമോഷണലായിട്ട്, എസ്പെഷ്യലി ഇതിൻ്റെ ബിഗിനിങ്ങിൽ തന്നെ കുറേ റീക്യാപ്പ് പോലെ, കുറേ കമ്പൈലേഷൻ പോലെ പഴയ ഇത്രയും നാളുണ്ടായിരുന്ന മിഷൻ ഇമ്പോസിബിൾ സീരീസിലുള്ള കുറേ സീൻസ്, അതിലെ കുറേ ഐക്കോണിക് സീൻസ്, കുറേ ഇമോഷണൽ സീൻസ്, അതൊക്കെ കാണിച്ചുകൊണ്ട് തുടക്കത്തിൽ ഒരു ഇമോഷണൽ ട്രാക്ക് പിടിച്ചിട്ട് ആ പടം തുടങ്ങിയിട്ടുള്ളത്. അവിടെ നിന്ന് പിന്നെ കഴിഞ്ഞ സിനിമയിലുണ്ടായിട്ടുള്ള ഹെയ്ലി അറ്റ്വെല്ലുണ്ട്. പിന്നെ വില്ലൻ സെയിം വില്ലൻ തന്നെയാണ്. വില്ലൻ എനിക്ക് പേഴ്സണലി വലിയ ലൈക്കില്ല. കാരണം ആ ഒരു കോമാളി വില്ലൻ, ഒരു കൈൻഡ് ഓഫ് ഒരു ചൊറിയൻ, ഒരു നിർഗുണേഷ് വില്ലനായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഇതിൽ അദ്ദേഹം തന്നെയാണ്. പിന്നെ ഇതിൽ പറയുന്നത് ഭയങ്കര ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള AI, കഴിഞ്ഞ സിനിമയിൽ പറഞ്ഞു നിർത്തി തന്നെ അതിൻ്റെ ഭീഷണികളും ലോകത്താകമാനം സംഭവിക്കാൻ പോകുന്ന അതിൻ്റെ കെടുതികളെക്കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ടാണ് സിനിമ പോകുന്നത്. അപ്പോൾ എൻറ്റിറ്റി എന്ന് പറയുന്ന ഈ ഒരു സിൻഡിക്കേറ്റിനെ തടയുക, അതാണ് മിഷൻ. രക്ഷിക്കുക, ലോകത്തെ രക്ഷിക്കുക എന്നുള്ള സ്ഥിരം എല്ലാ സൂപ്പർ ഹീറോസും അല്ലെങ്കിൽ ഇത്തരം നായകന്മാരും ചെയ്യുന്ന പരിപാടികൾ തന്നെ. പിന്നെ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇതിനകത്ത് അതിഭീകരമായിട്ടുള്ള ടോം ക്രൂസിൻ്റെ അദ്ദേഹം തന്നെയാണല്ലോ ചെയ്യുന്നത് ആക്ഷൻ സീക്വൻസസ് കാണുന്നുള്ളതാണ്. അത് തന്നെയാണ് എല്ലാ MI സീരീസിനെയും ആളുകൾ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്നത്. ഇതിലേക്ക് വരുന്ന സമയത്ത് ഒന്നാമത് ഈ സിനിമ 3 മണിക്കൂറിനടുത്ത് ഡ്യൂറേഷനുണ്ട്. പല ഘട്ടങ്ങളിലും കോൺവെർസേഷൻസ്, ഇതിൻ്റെ എക്സ്പ്ലനേഷൻസ്, കോംപ്ലിക്കേഷൻസ് റിവീൽ ചെയ്യലും അങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഇത്രയും ഡ്യൂറേഷൻ വന്നിട്ടുള്ളത്. അതിൽ പല സ്ഥലത്തും കുറച്ചുകൂടെ ഒന്ന് ക്രിസ്പാക്കിയിരുന്നുണ്ടെങ്കിൽ ഒരു പാക്ഡ് ആയിട്ടുള്ള ഒരു സ്ഥിരം MI സീരീസ് പോലെ പാക്ഡ് ആയിട്ടുള്ള സാധനം കിട്ടിയേനെ. പക്ഷേ സ്റ്റിൽ ഇതങ്ങനെ ബോറടി അങ്ങനെയായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടില്ല. പക്ഷേ ലോട്ട്സ് ഓഫ് ഇത്തരത്തിലുള്ള കോൺവെർസേഷൻസ്, ഇങ്ങനത്തെ സോഴ്സ് കോഡ് തേടി പോകുക, അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. പിന്നെ കുറേ രാജ്യങ്ങൾ, അമേരിക്കൻ പ്രസിഡന്റിൻ്റെ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള സീൻസ്, കുറച്ച് ഇമോഷണൽ സീൻസ്, അവരെ വികാരം ഉണർത്തുന്ന സീൻസ്, പിന്നെ റഷ്യ, അതുപോലെ തന്നെ ഓസ്ട്രിയ, ഇങ്ങനെ ആഫ്രിക്ക, അങ്ങനെ കുറേ രാജ്യങ്ങൾ. ട്രൂലി ഇൻ്റർനാഷണൽ ഫിലിമാണ്. അപ്പോൾ അത്രയും രാജ്യങ്ങൾ കവർ ചെയ്ത് അത്രയും ലോകത്തിൻ്റെ മൊത്തം ഒരു പ്രശ്നമായിട്ടാണ് ഇത് കാണിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും ടോം ക്രൂസിൻ്റെ ആക്ഷൻ സീക്വൻസസ് ഇതിൽ കുറവാണെങ്കിൽ ഉള്ളതൊക്കെ പെടയായിട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ തന്നെ അദ്ദേഹം ഒരു സബ്മറൈനിൽ പോയിട്ട് ഒരു സോഴ്സ് കോഡ് തേടി പോകുന്നൊരു പരിപാടിയുണ്ട്. അത് കുറേ സമയമുണ്ട്. അത് ശരിക്കും ടേക്കിംഗ് പരിപാടിയാണ്. കുറേ സമയത്ത് നമുക്ക് ഭയങ്കര റിയലിസ്റ്റിക്, ഇതിലൊന്നും ഒരു സാധനം ഫീൽ ചെയ്യില്ല, ഒരു CGI ഒരു സാധനം ഫീൽ ചെയ്യില്ല, ഗ്രാഫിക്സ് പരിപാടിയൊന്നും ഫീൽ ചെയ്യില്ല. അത്രയും ഗംഭീരമായിട്ട് പൈസ ഇൻവെസ്റ്റ് ചെയ്ത് എടുത്തേക്കുന്നത്. പിന്നെ എയർക്രാഫ്റ്റ് കാരിയേഴ്സ്, എയർക്രാഫ്റ്റ്സ്, പിന്നെ കടലിലുള്ള സീനുകൾ, ഈ ടോം ക്രൂസ് കടലിൽ ചാടുന്നത്, അങ്ങനെ കുറേ പരിപാടി. പിന്നെ ക്ലൈമാക്സ് വരുന്ന സമയത്ത് പിന്നെ പ്ലെയിൻ വെച്ചിട്ടുള്ള ഫൈറ്റ് സീക്വൻസ്. പക്ഷേ ഞാൻ പറഞ്ഞില്ല, ഇതിനിടയ്ക്ക് കുറേ സ്ഥലത്ത് പിന്നെ ഇതിൽ ആക്ഷൻ സീക്വൻസ് ഒന്നും അങ്ങനെ ബ്ലഡ് ഷെഡ് പരിപാടിയൊന്നുമില്ല. തുടക്കത്തിൽ ഒരു ബ്ലഡ് ഷെഡ് പരിപാടി ഉണ്ട്, പക്ഷേ അത് കാണിക്കുന്നില്ല. അത് അവർ കവർ ചെയ്തിട്ടാണ് ഇട്ടിരിക്കുന്നത്. അങ്ങനെ പിന്നെ ഇദ്ദേഹമാണല്ലോ എല്ലാം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആക്ഷൻസ് കാണാൻ വേണ്ടിയിട്ട് സിനിമയുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇങ്ങനെ ഒരു ഡ്യൂറേഷനും കുറേ സീൻസുകൾ ഇങ്ങനെ കോൺവെർസേഷനായിട്ട് പോകുന്നതായിട്ടുള്ള പരിപാടികളുണ്ട്. MIയുടെ സിഗ്നേച്ചർ സ്കോർ ഇതിൽ അങ്ങനെ സിനിമയുടെ ഇടയ്ക്ക് യൂസ് ചെയ്തിട്ടില്ല. ടൈറ്റിൽ കാണിക്കുമ്പോൾ പ്യുവർ ഗൂസ് ബംസ് ഗ്യാരണ്ടിയാണ്. കാരണം ആ ഒരു സ്കോർ എന്ന് പറഞ്ഞാൽ ഐക്കോണിക് ആണല്ലോ, സിഗ്നേച്ചർ സാധനം. അത് കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തരിച്ചങ്ങ് കയറും. അത് ടൈറ്റിൽ കാണിക്കുമ്പോൾ കിട്ടുമായിരുന്നു. പിന്നെ പണം കഴിയുമ്പോഴേ അതുള്ളത്. പിന്നെ ഇതിൽ കുറേ മഞ്ഞിലുള്ള സീൻസ് ഉണ്ട്, അതൊക്കെ കിടുമായിരുന്നു. അതിൽ തന്നെ ഒരു കിളവിയുണ്ട്, ഒരു കോമഡി കിളവി, അവരൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ പഴയ കുറേ പിന്നെ ഇതുമായിട്ട് കണക്റ്റഡ് ആവുന്നുണ്ട്, പണ്ടുള്ള ക്യാരക്ടേഴ്സ് തിരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പലരും പറയുന്നത് എന്താണ്, ഇത് പഴയതെല്ലാം കണ്ടാൽ ഇത് കാണാൻ പറ്റുന്നു. പക്ഷേ പേഴ്സണലി ഇതൊരു സ്റ്റാൻഡ് അലോൺ ഫിലിമായിട്ട് കണ്ടു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കാരണം ഇതിൻ്റെ കോംപ്ലിക്കേഷൻസും ഇതിൻ്റെ സ്റ്റോറി ഇതൊന്നും ആലോചിച്ച് തലമുണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് നിങ്ങൾ തലമുണ്ടാക്കിയാലും പെട്ടെന്ന് കത്തണ പരിപാടിയല്ല. പക്ഷേ ഇതിങ്ങനെ കാണാമല്ലോ വലിയ സ്ക്രീനിൽ, ഇത്രയും വലിയ സൗണ്ടിൽ വലിയ സ്ക്രീനിൽ ഇങ്ങനെ ഈ പരിപാടികൾ കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വർത്ത് വാച്ചിങ് ആണ്. അറ്റ്ലീസ്റ്റ് 1 ടൈം വർത്ത് വാച്ചിങ് ആണ്. ടോം ക്രൂസിൻ്റെ ഓട്ടം അതുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ആ ഓട്ടം കാണുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു മൂടാണ് ഓട്ടം. അതൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ മിനിമം ഒരു MI ഫാനിന് വേണ്ട എല്ലാ സാധനങ്ങളും ഉണ്ട്. പെർഫോമൻസും ഉണ്ട്, ആക്ഷൻ സീക്വൻസ് എല്ലാം ഉണ്ട്. പക്ഷേ എല്ലാ MI സീരീസിലെ എല്ലാ സിനിമകളും എടുത്ത് നോക്കുമ്പോൾ എനിക്ക് എപ്പോഴും ആദ്യകാലത്ത് ഇറങ്ങിയത് പിന്നെ അവസാനം ഇറങ്ങിയതിന് തൊട്ട് മുൻപ് വരെയുള്ളതാണ് എനിക്ക് കാര്യമായിട്ട് ഒരു എക്സൈറ്റ്മെൻറ്റ് നൽകിയിട്ടുള്ളൂ. ലാസ്റ്റ് ഇറങ്ങിയിട്ടുള്ള ഡെഡ് റെക്കണിങ്ങും അത്ര ഇമ്പ്രസീവായി തോന്നിയിട്ടില്ല.
ഇതും അങ്ങനെ ഓവറായിട്ട് എക്സൈറ്റ് ചെയ്യിപ്പിച്ചിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ബാഡ്. MI സീരിയസ് ആയിട്ട് തട്ടിച്ച് നോക്കുന്ന സമയത്ത് സ്റ്റിൽ ഇറ്റ്സ് നോട്ട് ബാഡ്. പാരിസ് എന്ന് പറഞ്ഞ കഥാപാത്രം ചെയ്ത നടി പോം ക്ലാംറ്റീഫ് കിടു. അന്യായ ആറ്റിറ്റ്യൂഡ്, അന്യായ ഫിസിക്, ഫ്ലെക്സിബിലിറ്റി, ആക്ഷൻ ഒക്കെ ഒരു രക്ഷയില്ല. ശരിയായ ക്രഷ് മെറ്റീരിയൽ കിടു.